പൊന്നാനി ഹാർബറിൽ ഒന്നാണ്. ഇന്ന് ഞായറാഴ്ച 26 ഒക്ടോബർ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒരുപാട് വള്ളങ്ങൾ, അൽഫീൽ, നൂറുൽ ഇസ്ലാം, പിള്ളേർ, ഇങ്ങനെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ ഉണ്ട്. മീൻ സജീവമാവുന്നുള്ളൂ. ഇപ്പോൾ സമയം 3:30-4 മണി ആവുന്നേ ഉള്ളൂ. കൂടുതലും മത്തിയുള്ളത് എനിക്ക് തോന്നുന്നു. എങ്ങനെയൊക്കെ വില എങ്ങനെയാണ് കാക്ക? മൊത്തം 360. മൊത്തം 360 റുപ്യാണത്. മൊത്തം 360 റുപ്യ. ഇവിടെ വേറെ കുറേ മീൻ കേട്ടോ. ഓരോന്നിനും 300 കൂടുതലും മത്തി തന്നെയാണ് തോന്നുന്നുണ്ടെന്ന്. കൂടുതൽ ആളുകളും വീട്ടിൽ നിന്ന് വരുന്ന ആളുകളാട്ടോ. വീട്ടിൽ കൊണ്ടുപോകാൻ ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു കുട്ടെടുക്കുകയാണെങ്കിൽ നമുക്കൊരാഴ്ച ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അയില, മത്തി എല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഒരു 100 രൂപ ഉള്ളൂ കേട്ടോ. ഇതിന് ഒരു കൊട്ടക്കാണ് 100 രൂപ. ഒരു കൊട്ടക്കലൊക്കെ ഫ്രഷ് ആയിട്ട് കൊടുന്നെങ്ങനെ കേട്ടോ മീന്. മത്തി തന്നെയാണ് കൂടുതലുള്ളത്. ഇനിയും മീനുകൾ വരുന്നുണ്ട്, കാണാം വിശേഷങ്ങൾ. ഇവിടെ ചെറിയ ചെമ്മീനുണ്ട് കേട്ടോ. ഇതിന് ഒരു കുട്ടയ്ക്ക് 250. അവൽ എത്രക്കാ? 150. 1500. 1500 രൂപ. കച്ചവടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊടിക്കുന്ന കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ നല്ല രസാട്ടാ. ഇതെന്താ വെള്ളം പാർന്ന് ഒഴിച്ചാണോ? വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഫിഷ് എത്തിയിട്ടുണ്ട്. ഫ്രഷ് ഫിഷ്, പടക്കുന്ന ഫിഷ്. അത് നേരിട്ട് ലേലം ചെയ്യാണ് കേട്ടോ. ഇക്കാക്കന്മാർ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ? ചുവപ്പ് കളർ കേട്ടോ. മീനിൻ്റെ രക്തമായിരിക്കും അല്ലേ? അപ്പോൾ മീൻ അവർ അവിടെ നിന്ന് അറക്കുന്നുണ്ടാവോ? സംഭവം എന്താ നമുക്കറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ആ ഒരു പരിന്തി ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. ഇതിന് മൊത്തം 200 രൂപക്കാണ് കൊടുക്കുന്നത്. കുറേ ആളുകളുണ്ട് ഇവിടെ. വീട്ടിലേക്കാണ് കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിൽ ഒരു കൊട്ടയ്ക്ക് 200 രൂപയാണ്. വെറും 200 രൂപ അല്ലേ? രണ്ടെണ്ണം എടുക്കുമ്പോൾ 350 രൂപ. അപ്പോൾ ഈ പൊന്നാനി പരിസരത്തിലൊക്കെ മീൻ വാങ്ങണമെങ്കിൽ ഇത് വന്നോളിട്ടാ. സംഭവം മുതലാവും. ഒരാഴ്ചക്കല്ലേ മീൻ കൊണ്ടുപോകാൻ. നല്ല വെയിലാണ്. വെയിലുണ്ടാൽ കറക്കും. ഓക്കെ. അപ്പോൾ ഇനി പൊന്നാനി 10 വരുമ്പോൾ വന്നോളി ഹാർബറിലേക്ക്. പൊന്നാനി അല്ല, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി ഒക്കെ മീൻ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.